Hi students, today I am going to explain addition, subtraction, multiplication and division of two real functions. Now consider two real functions f from x to r and g from x to r where x is a subset of r. ഇപ്പോൾ ഇവിടെ ഞാൻ രണ്ട് റിയൽ ഫങ്ഷൻസ് എടുത്തു. റിയൽ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ ഡൊമെയിനും അതുപോലെ തന്നെ റേഞ്ചും റിയൽ നമ്പേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ സബ്സെറ്റ് ആയിരിക്കും. ഇപ്പോൾ രണ്ട് റിയൽ ഫങ്ഷൻസ് എടുത്തു, എഫ് ഫ്രം എക്സ് ടു ആർ ആൻഡ് ജി ഫ്രം എക്സ് ടു ആർ വെയർ എക്സ് ഈസ് എ സബ്സെറ്റ് ഓഫ് ആർ. എങ്ങനെയാണ് അഡീഷൻ ഓഫ് ടു റിയൽ ഫങ്ഷൻസ് നോക്കാം. അപ്പോൾ എഫും ജിയും രണ്ട് റിയൽ ഫങ്ഷൻസ് ആണെങ്കിൽ അഡീഷൻ ഓഫ് ടു റിയൽ ഫങ്ഷൻസ് എഫ് ആൻഡ് ജി ഈസ് ഡിനോട്ടഡ് ആസ് എഫ് പ്ലസ് ജി ആൻഡ് ഇറ്റ് ഇസ് എ ഫങ്ഷൻ ഫ്രം എക്സ് ടു ആർ and is defined as f plus g of x is equal to f of x plus g of x for all x belongs to x. അപ്പോൾ എഫിൻ്റെയും ജിൻ്റെയും അഡീഷൻ എന്ന് പറയുന്നത് എഫ് പ്ലസ് ജി കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. അതെങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു? എഫ് പ്ലസ് ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ്. അതുപോലെ സബ്ട്രാക്ഷൻ ഓഫ് എ റിയൽ ഫങ്ഷൻ ഫ്രം അനദർ. അപ്പോൾ ജീനെ നമ്മൾ എഫ് എന്ന് സബ്ട്രാക്ട് ചെയ്യുന്നതാണെങ്കിൽ എഫ് മൈനസ് ജി എന്ന് റെപ്രസെൻ്റ് ചെയ്യും. എഫ് മൈനസ് ജി ഓഫ് എക്സ് എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു? എഫ് മൈനസ് ജി ഫ്രം എക്സ് ടു ആർ ഈസ് ഡിഫൈൻഡ് ആസ് എഫ് മൈനസ് ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ്. നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ബൈ എ സ്കേലാർ. Consider a real function f from x to r where x is a subset of r and k a scalar. Then the product kf, പ്രോഡക്റ്റ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ളത് റെപ്രസെൻ്റ് ചെയ്യുന്നത് കെ എഫ് ആണ്. കെ ആണ് സ്കേലാർ, എഫ് ആണ് ഫങ്ഷൻ. കെ എഫ് ഈസ് എ ഫങ്ഷൻ ഫ്രം എക്സ് ടു ആർ ആൻഡ് ഈസ് ഡിഫൈൻഡ് ആസ് കെ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു എക്സ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ടു റിയൽ ഫങ്ഷൻസ്. നേരത്തെ പറഞ്ഞ എഫും ജിയും തന്നെയാണ് ഫങ്ഷൻ ഇവിടെ എടുക്കുന്നത്. അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഡോട്ട് ജി വേണമെങ്കിൽ റെപ്രസെൻ്റ് ചെയ്യാം, അല്ലെങ്കിൽ എഫ് ജി ഓഫ് എക്സ് ഈസ് ഡിഫൈൻഡ് ആസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു എക്സ്. നെക്സ്റ്റ് കോഷ്യൻ്റ് ഓഫ് ടു റിയൽ ഫങ്ഷൻസ് ആണ് എഫ് ബൈ ജി from x to r is defined as f by g of x is equal to f of x divided by g of x for all x belongs to x provided g of x is not equal to 0. ഇത് ഇങ്ങനെ ഒരു എക്സാമ്പിൾ വെച്ച് ഞാനൊന്ന് പറയാം. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആൻഡ് ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2x plus 1 ബി ടു റിയൽ ഫങ്ഷൻസ്. ഫൈൻഡ് എഫ് പ്ലസ് ജി ഓഫ് എക്സ്, എഫ് മൈനസ് ജി ഓഫ് എക്സ്, എഫ് ജി ഓഫ് എക്സ് ആൻഡ് എഫ് ബൈ ജി ഓഫ് എക്സ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എഫ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ, ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 2x plus 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ദിസ് ഇസ് സെയിം ആസ് എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ. എഫ് മൈനസ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ്, ദറ്റ് ഈസ് എക്സ് സ്ക്വയർ മൈനസ് ഓഫ് 2x plus 1, ദറ്റ് ഈസ് എക്സ് സ്ക്വയർ മൈനസ് 2x minus 1. ഇവിടെ മൈനസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. f g of x means f of x into g of x. So x square into 2x plus 1, that is 2x cube plus x square. And f by g of x is f of x by g of x, which is equal to x square by 2x plus 1, where 2x plus 1 is not equal to 0. ഈ രീതിയിലാണ് ഫങ്ഷൻ്റെ റിയൽ ഫങ്ഷൻസിൻ്റെ അഡീഷൻ, സബ്ട്രാക്ഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. മറ്റൊരു എക്സാമ്പിൾ നോക്കാം നമുക്കിവിടെ. Here f of x is equal to x plus 1 and g of x is equal to 2x minus 3. Find f plus g, f minus g, etc. f plus g എന്ന് പറഞ്ഞാൽ f plus g of x. ഓക്കെ, ഇവിടെ ഞാൻ ഇതിൻ്റെ ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1. നമുക്കറിയാം ഇതിൻ്റെ ഗ്രാഫ് എന്തായിരിക്കും? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അപ്പോൾ എക്സിന് ഞാനിവിടെ 0 കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ y വാല്യൂ എന്തായിരിക്കും? y ആണ് നമ്മുടെ എഫ് ഓഫ് എക്സ്. അപ്പോൾ y എന്തായിരിക്കും? 1. അപ്പോൾ 0, 1 എന്ന് പറയുന്നത് ഒരു പോയിൻ്റാണ് ഈ ലൈനിൽ. അടുത്ത പോയിൻ്റ് 1 കൊടുക്കുകയാണെങ്കിൽ 1 plus 1 വരും 2, 1 2 മറ്റൊരു പോയിൻ്റ്. ആ രണ്ടിനെയും കൂടെ ജോയിൻ ചെയ്ത് ഒരു ഗ്രാഫ് നമുക്ക് കൊടുക്കാം. ഇതാണ് എഫ് എന്ന് പറയുന്ന ഫങ്ഷൻ്റെ ഗ്രാഫ്. നൗ ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2x minus 3. എക്സ് ഞാനിവിടെ 0 കൊടുത്തു. അപ്പോൾ 0 minus 3 എന്ന് പറയുന്നത് അതിലൊരു പോയിൻ്റാണ്. ഇനി 1 മറ്റോ കൊടുക്കുകയാണെങ്കിൽ എക്സിന് 1 കൊടുക്കുകയാണെങ്കിൽ 2 minus 3 വരും, ദാറ്റ് ഈസ് -1. 1 minus 1 മറ്റൊരു പോയിൻ്റാണ്.
അത് കൂടെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ജി കിട്ടും. അപ്പോൾ ഇതാണ് എഫിൻ്റെ ഗ്രാഫ്, ഇതാണ് ജിയുടെ ഗ്രാഫ്. നമുക്ക് എന്താണ് എഫ് പ്ലസ് ജി എന്ന് നോക്കാം. ഇവിടെ എഫ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ആണ്. അപ്പോൾ എക്സ് പ്ലസ് 1 പ്ലസ് 2x മൈനസ് 3 ദാറ്റ് ഈസ് 3x മൈനസ് 2. ഞാനിതവിടെ 3x മൈനസ് 2ൻ്റെ ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ഇതാണ് 3x മൈനസ് 2ൻ്റെ ഗ്രാഫ്. ഇതുപോലെ നിങ്ങൾക്ക് എല്ലാം വരക്കാൻ കേട്ടോ. എഫ് മൈനസ് ജി, എഫ് ജി, എഫ് ബൈ ജി ഒക്കെ ഗ്രാഫ് കൊടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇവിടെ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ കാണാം, എഫ് പ്ലസ് ജി ഓഫ് 2. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ എഫ് പ്ലസ് ജിയുടെ ഗ്രാഫിൽ എക്സ് 2 ആകുമ്പോൾ ഉള്ള വൈ വാല്യൂ കണ്ടാലും മതി. ഓക്കെ, അപ്പോൾ എക്സ് 2 വരുമ്പോഴത്തേക്കും വൈ എന്താണ് വരുന്നത് 4. അല്ലാതെയും നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഗ്രാഫ് കൂടുതലായിട്ട് വരച്ച് നോക്കാം. ഓക്കെ, എഫ് പ്ലസ് ജി ഓഫ് എക്സ് ഞാൻ കണ്ടു. എഫ് മൈനസ് ജി ഓഫ് എക്സ് ഈസ് എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ്. എഫ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ദറ്റ് ഈസ് എക്സ് പ്ലസ് 1 ഇൻറ്റു 2x മൈനസ് 3. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ആൻസർ കിട്ടും. ഓക്കെ, ദെൻ എഫ് ബൈ ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ്. ഇനി എഫ് പ്ലസ് ജി ഓഫ് എക്സ് നമുക്ക് തന്നിട്ടുണ്ട് 3x മൈനസ് 2 ആണ് ചെയ്തിട്ടുണ്ട്. 3x മൈനസ് 2 ആണ് നമുക്ക് വേണ്ടത്. എഫ് പ്ലസ് ജി ഓഫ് 2 ആണ്. അപ്പോൾ ഇവിടെ 2 സബ്സ്റ്റിറ്റ്യൂട്ട് 3 ഇൻറ്റു 2 ദാറ്റ് ഈസ് 6 മൈനസ് 2 ദാറ്റ് ഈസ് 4. ഇനി അല്ലാതെയും ചെയ്യാം. എഫ് പ്ലസ് ജി ഓഫ് എക്സ് ഈസ് സെയിം ആസ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ആണ്. അപ്പോൾ ഇത് എഫ് ഓഫ് 2 പ്ലസ് ജി ഓഫ് 2 വരും. എഫ് ഓഫ് എക്സ് ഇവിടെയുണ്ട്. എഫ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ 2 പ്ലസ് 1 ആണ് ദാറ്റ് ഈസ് 3 വരും. ജി ഓഫ് 2 എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുക്കുക 2. ഇപ്പോൾ 2 ഇൻറ്റു 2 4 മൈനസ് 3 വരും ദാറ്റ് ഈസ് 1. സോ 3 പ്ലസ് 1 4. ഇല്ലാതെ ഗ്രാഫ് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലെറ്റ് എഫ് ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ 1 1 2 3 0 മൈനസ് 1 മൈനസ് 1 മൈനസ് 3 ബി എ ഫംഗ്ഷൻ ഫ്രം സെറ്റ് ടു സെറ്റ് ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി ഫോർ സം ഇൻറ്റീജേഴ്സ് എ ആൻഡ് ബി. ഡിറ്റർമിൻ എ ആൻഡ് ബി. അപ്പോൾ നമുക്ക് എഫിൽ കുറച്ച് പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഓർഡേർഡ് പെയർ 1 1 2 3 എക്സെട്ര. സെറ്റ് ടു സെറ്റിലേക്കാണ് ഇത് ഡിഫൈൻ ചെയ്യുന്നത്. എങ്ങനെയാണത് ഡിഫൈൻ ചെയ്യുന്നത്? എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ വൈ, ദറ്റ് ഈസ് വൈ ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഓർഡേർഡ് പെയർ ഒക്കെ കിട്ടുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. 1 1 എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ എഫിലുണ്ടെങ്കിൽ വെൻ എക്സ് ഈസ് ഈക്വൽ ടു 1 വൈ ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 1 ഈസ് ഈക്വൽ ടു എ ഇൻറ്റു 1 എ പ്ലസ് ബി ഒരു ഇക്വേഷനായി. അടുത്തത് 2 3 എന്ന് പറയുന്നത് പോയിൻ്റ് എവിടെയുണ്ട്? എഫിലുണ്ട്. അപ്പോൾ വെൻ എക്സ് ഈസ് ഈക്വൽ ടു 2 വൈ ഈക്വൽ ടു 3. അപ്പോൾ 3 ഈസ് ഈക്വൽ ടു 2a പ്ലസ് ബി എന്ന് കിട്ടും നമുക്ക്. ഇത് സിംപ്ലിഫൈ ചെയ്താൽ എയുടെയും ബിയുടെയും വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഞാൻ ഇവിടുന്ന് ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1 എടുക്കുകയാണ്. അപ്പോൾ 3 മൈനസ് 1 2 വരും. 2a മൈനസ് എ വരും. ബി മൈനസ് ബി ക്യാൻസൽ ചെയ്ത് പോകും. ദറ്റ് ഈസ് എ ഈക്വൽ ടു 2. എയുടെ വാല്യൂ ഞാൻ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് ബി കാണുന്നു. ബി ഈസ് ഈക്വൽ ടു 1 മൈനസ് 2 ദാറ്റ് ഈസ് മൈനസ് 1. ഇനിയില്ല, നിങ്ങൾക്ക് നെക്സ്റ്റ് പോയിൻ്റ് എടുക്കാൻ വേണമെങ്കിൽ 0 മൈനസ് 1 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ. നിങ്ങൾ എക്സിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, വൈക്ക് മൈനസ് 1. സോ മൈനസ് 1 ഈസ് ഈക്വൽ ടു 0 പ്ലസ് ബി. നമുക്ക് ഡയറക്റ്റ് ബിയുടെ വാല്യൂ മൈനസ് 1 കിട്ടും. ഇങ്ങനെ ഏത് പോയിൻ്റ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഡൊമെയിൻ ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 8x പ്ലസ് 12. നമുക്ക് ഡൊമെയിനാണ് കാണേണ്ടത്. ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് വാല്യൂസ് ആണ്. ഏതൊക്കെ എക്സ് വാല്യൂസ് ഇവിടെ എടുക്കാൻ പറ്റും അതൊക്കെയാണ് നമ്മുടെ ഡൊമെയിനിൽ വരുന്നത്. സോ ഡൊമെയിൻ ഈസ് എ സെറ്റ് ഓഫ് ഓൾ എക്സ് വാല്യൂസ് ഫോർ വിച്ച് ദ ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ്. ഡിഫൈൻഡ് ആയിരിക്കണം. എക്സിന് എടുക്കാൻ പറ്റണം. എടുക്കാൻ പറ്റാത്ത വാല്യൂസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഒഴിവാക്കണം. ഹിയർ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഇത് പി ഓഫ് എക്സ് ബൈ ക്യൂ ഓഫ് എക്സ് ഫോം ആണല്ലേ. അപ്പോൾ ഈ ഫംഗ്ഷൻ എപ്പോഴാണ് നോട്ട് ഡിഫൈൻഡ് വരുന്നത്? ഡിനോമിനേറ്റർ ഈസ് ഈക്വൽ ടു 0. അതായത് എക്സ് സ്ക്വയർ മൈനസ് 8x പ്ലസ് 12 ഈക്വൽ ടു 0 വരുന്ന കേസിലാണ് നമ്മുടെ ഫംഗ്ഷൻ നോട്ട് ഡിഫൈൻഡ് ആവുന്നത്. അതെപ്പോഴാണ് വരാൻ നോക്കാം നമുക്ക്. സോ എക്സ് സ്ക്വയർ മൈനസ് 8x പ്ലസ് 12 ഈക്വൽ ടു 0 സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്. ഒന്നുകിൽ സോൾവ് ചെയ്തിട്ട് എക്സിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഫാക്ടറൈസേഷൻ ചെയ്യാം. സോ എക്സ് മൈനസ് 6 ഇൻറ്റു എക്സ് മൈനസ് 2 ഈക്വൽ ടു 0. നോക്കൂ, ഇവിടെ മൈനസ് 6 ഇൻറ്റു മൈനസ് 2 പ്ലസ് 12 വരും. മൈനസ് 6ഉം മൈനസ് 2ഉം ആഡ് ചെയ്താൽ മൈനസ് 8 കിട്ടും. ഓക്കെ, അപ്പോൾ എക്സ് മൈനസ് 6 0 ആവാം, എക്സ് മൈനസ് 2 0 ആവാം. എക്സ് ഇസ് ഈക്വൽ ടു 6,2. അപ്പോൾ എക്സിന് 6ഉം 2ഉം എടുക്കുമ്പോൾ ഈ ഫംഗ്ഷൻ എന്താണ്? അതിൻ്റെ വൈ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പോൾ ഡൊമെയിൻ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് എക്സെപ്റ്റ് 2 and 6. സോ ഡൊമെയിൻ ഈസ് ഈക്വൽ ടു ആർ മൈനസ് സെറ്റ് 2, 6.
അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡൊമെയിൻ ആൻഡ് റേഞ്ച് ഓഫ് ദ റിയൽ ഫംഗ്ഷൻ എഫ് ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് മൈനസ് 1. ഇത് റിയൽ ഫംഗ്ഷനാണ്. അപ്പോൾ എക്സും വൈ എന്നൊക്കെ പറയുന്നത് എന്തായിരിക്കണം? റിയൽ നമ്പേഴ്സ് ആയിരിക്കണം. അപ്പോൾ റൂട്ട് കാണുമ്പോഴേ നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം, റൂട്ടിനുള്ളിൽ നെഗറ്റീവ് നമ്പർ വന്നു കഴിഞ്ഞാൽ അതൊരിക്കലും എന്തല്ല, റിയൽ നമ്പർ അല്ല. അപ്പോൾ റൂട്ടിനുള്ളിൽ എന്ത് വരാൻ പാടില്ല? നെഗറ്റീവ് നമ്പർ വരാൻ പാടില്ല. സോ ദ ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് വെൻ എക്സ് മൈനസ് 1 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ എക്സ് മൈനസ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവാനുള്ള കണ്ടീഷൻ എന്താണ്? എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ ഡൊമെയിൻ എന്താ വരിക? ഡൊമെയിൻ ഈസ് ഈക്വൽ ടു സെമി ക്ലോസ്ഡ് ഇൻ്റർവെൽ 1 ഇൻഫിനിറ്റി. എക്സ് 1 ആവാം, അത് കൂടുതൽ ഏത് വാല്യൂ വേണമെങ്കിലും ആവാം. ഇനി ഇതിൻ്റെ റേഞ്ച് എന്താണെന്ന് നോക്കാം. അതായത് ഡൊമെയിൻ ഈ വാല്യൂസ് എടുക്കുമ്പോൾ വൈക്ക് കിട്ടുന്ന വാല്യൂ, വൈ വാല്യൂ ആണ് അവിടെ റേഞ്ചായിട്ട് വരുന്നത്. നമുക്ക് നോക്കാം, ഡൊമെയിൻ 1 to ഇൻഫിനിറ്റി ആണ്. 1.1 1.2 അല്ലേ, 2 3 4 എല്ലാം അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഡൊമെയിനിൽ എക്സിന് ഞാൻ 1 കൊടുക്കുന്നു. അപ്പോൾ 1 - 1 എന്താണ്? 0. ബാക്കി നമ്മൾ കൊടുക്കുന്ന വാല്യൂസൊക്കെ അതിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ നമുക്ക് വൈ വാല്യൂ എന്തായിരിക്കും? 0-നേക്കാൾ കൂടിയിട്ട് വരും. അപ്പോൾ മിനിമം വാല്യൂ അവിടെ എന്താണ് വരിക? 0. സോ റേഞ്ച് ഈസ് ഈക്വൽ ടു സെമി ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 ഇൻഫിനിറ്റി. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഫൈൻഡ് ദ ഡൊമെയിൻ ആൻഡ് റേഞ്ച് ഓഫ് ദ റിയൽ ഫങ്ഷൻസ് ഫോളോയിങ് റിയൽ ഫങ്ഷൻസ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് മോഡുലസ് ഓഫ് എക്സ്. ഇവിടെ നമുക്കറിയാൻ നോക്കിയാൽ തന്നെ എക്സിന് ഏത് വാല്യൂ കൊടുക്കാം? സോ ദ ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് ഫോർ ഓൾ റിയൽ നമ്പേഴ്സ്. 0 ആവാം അല്ലേ, എക്സിന് 0 വരുമ്പോഴത്തേക്കും വൈ വാല്യൂ 0 വരും. 1 കൊടുത്തു കഴിഞ്ഞാൽ -1 വരും. 2 കൊടുത്തു കഴിഞ്ഞാൽ -2 വരും. ഇനി -2 കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് വരിക? മൈനസ് മോഡുലസ് ഓഫ് -2. മോഡുലസ് ഓഫ് -2 എന്താണ് വരിക? 2 വരും. ഔട്ട് സൈഡിൽ മൈനസ് ഉള്ളതുകൊണ്ട് -2 വരും. അപ്പോൾ നമുക്കൊരു കാര്യം കൂടെ മനസ്സിലായി, വൈ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? ഒന്നുകിൽ 0 ആയിരിക്കും, അല്ലെങ്കിൽ നെഗറ്റീവ് വാല്യൂസ് ആയിരിക്കും. എക്സിനാണെങ്കിൽ ഏത് വാല്യൂ വേണമെങ്കിലും കൊടുക്കാം. സോ ഡൊമെയിൻ ഈസ് ഈക്വൽ ടു ആർ ആൻഡ് റേഞ്ച് ഈസ് ഈക്വൽ ടു -∞ to 0. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 9 - x². റൂട്ട് കാണുമ്പോഴേ അറിയണം റൂട്ടിനുള്ളിലുള്ള ക്വാണ്ടിറ്റി എന്തായിരിക്കണം? 0 അല്ലെങ്കിൽ പോസിറ്റീവ്. നെഗറ്റീവ് വരുവാണെങ്കിൽ ഫംഗ്ഷൻ ഈസ് നോട്ട് ഡിഫൈൻഡ്. So here the function is defined only when 9 - x² is greater than or equal to 0. അപ്പം 9 - x² greater than or equal to 0 വരണമെങ്കിൽ നമ്മുടെ x² പറ്റി എന്ത് പറയാം? x² മാക്സിമം എടുക്കാൻ പറ്റുന്ന വാല്യൂ എന്താണ്? 9 അല്ലേ. അപ്പോൾ x² ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9. 9 അതിനേക്കാൾ കുറവോ ആയിരിക്കണം. സോ x² ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9. ആലോചിച്ച് നോക്കുക, x² ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 ആവണമെങ്കിൽ എക്സിന് ഏതൊക്കെ വാല്യൂ എടുക്കാം? എക്സിന് 4 എടുക്കാൻ പറ്റുമോ? 5 പറ്റുമോ? ഇല്ല. അതൊക്കെ ഇതിനേക്കാൾ ഈ ഇൻഇക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യില്ല അല്ലേ. അപ്പോൾ എക്സിന് എടുക്കാൻ പറ്റുന്ന മാക്സിമം വാല്യൂ എന്താണ്? 3 അല്ലെങ്കിൽ വേറൊരു വാല്യൂം കൂടി എടുക്കാം. ഏതാണ്? -3 ആവാം. -3 എടുത്താൽ ഞാൻ -3² 9 കിട്ടും. 3² എടുത്തു കഴിഞ്ഞാൽ അതിനിടയിലുള്ള എല്ലാ വാല്യൂസ് എടുത്തു കഴിഞ്ഞാലും ഈ ഇൻഇക്വാലിറ്റി എന്താവും? സാറ്റിസ്ഫൈ ചെയ്യും. 1 ആവാം. 1 കൊടുത്തു നോക്കൂ. 1² 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 ട്രൂ ആണ്. 2 കൊടുത്തു നോക്കൂ. 2² 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 ആണ്. 2.5 ആണെങ്കിലും സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ഇവിടെ എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് എന്താണ്? ക്ലോസ്ഡ് ഇൻ്റർവെൽ -3 3. സോ ഡൊമെയിൻ ഈസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റർവെൽ -3 3 ആൻഡ് റേഞ്ച് എന്ന് പറഞ്ഞാൽ വൈ വാല്യൂ ആണ്. ഈ ഡൊമെയിനിൽ വരുന്ന വാല്യൂസ് നിങ്ങൾ കൊടുത്തു നോക്കുക. അപ്പോൾ റേഞ്ച് കിട്ടും, വൈ വാല്യൂ കിട്ടും. നമുക്ക് നോക്കാം എന്തൊക്കെ വരുന്നു. ഇപ്പം ഞാനിവിടെ ഒരു 3 കൊടുത്തു. അപ്പോൾ എന്തായിട്ട് നമ്മുടെ ഫംഗ്ഷൻ റൂട്ട് ഓഫ് 9 - x² ആണ്. ഞാൻ 3 കൊടുക്കുമ്പോഴത്തേക്കും വൈ എന്ത് വരും? റൂട്ട് ഓഫ് 9 - 9 ദാറ്റ് ഈസ് 0. ഇനി ഞാൻ എക്സിന് അതിൻ്റെ ഇടയിൽ ഒരു വാല്യൂ ഉണ്ട് 0 കൊടുക്കുന്നു. അപ്പോൾ എന്താ വരിക? റൂട്ട് 9 ദാറ്റ് ഈസ് 3. ഇനി നിങ്ങൾ ഇതിനിടയിലുള്ള വാല്യൂസ് ഒക്കെ കൊടുത്തു നോക്കുക. അതൊക്കെ ഏതിനിടയിലാണ് വരിക? 0-നും 3-ക്കും ഇടയിൽ. സോ റേഞ്ച് ഈസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ, y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് x² -9. വീണ്ടും റൂട്ടാണ് വന്നിരിക്കുന്നത്. റൂട്ടിനുള്ള ക്വാണ്ടിറ്റി എന്തായിരിക്കണം? പോസിറ്റീവ് അല്ലെങ്കിൽ 0. നെഗറ്റീവ് വന്നാൽ റൂട്ട് ഓഫ് എ നെഗറ്റീവ് നമ്പർ എന്താവും? ദാറ്റ് ഈസ് നോട്ട് എ റിയൽ നമ്പർ. അപ്പോൾ വരിക x² -9 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ x² -9 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വരണമെങ്കിൽ x² വാല്യൂ എപ്പോഴും എന്തായിരിക്കണം? 9 അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ ആയിരിക്കണം. സോ x² ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 9.
അപ്പോൾ എക്സിന് 3 ആവാം, 4 ആവാം, 5 ആവാം, 3.5 ആവാം, 3.9 ആവാം, ഏത് വാല്യൂ ആവാം. എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. ഇത് മാത്രമേ വരുള്ളൂ. ഇതിൻ്റെയൊക്കെ തന്നെ നെഗറ്റീവ് വാല്യൂസും വരാം. സ്ക്വയർ ചെയ്യുമ്പോഴത്തേക്കൊന്നും ഈ സെയിം കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ഏതൊക്കെയാണ് വരിക? എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -3. അപ്പോൾ ഡൊമെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ സെമി ക്ലോസ്ഡ് ഇൻ്റർവെൽ 3 to infinity യൂണിയൻ. അടുത്തത് ഏതാണ്? എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -3. അതായത് -∞ തുടങ്ങിയിട്ട് എവിടം വരെ? -3 വരെ. ഇൻക്രീസിങ് ഓർഡറിൽ ഇൻ്റർവെൽ കൊടുക്കാവും കേട്ടോ. സോ സെമി ക്ലോസ്ഡ് ഇൻ്റർവെൽ -∞, -3. ഇനി ഇതിൻ്റെ റേഞ്ച് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വാല്യൂ. ഇത് കൊടുത്ത് നോക്കിയിട്ട് എന്താണ് y വാല്യൂ വരുന്നതെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ f(x) √(x² - 9) ഞാൻ ഏതെങ്കിലും ഒരു ഇൻ്റർവെൽ കൊടുക്കുകയാണ്. 3 to infinity എടുത്തു. 3 കൊടുക്കുമ്പോഴത്തേക്കും എന്താ വരിക? 3² വരുമ്പോൾ √9 - 9 0. നെക്സ്റ്റ് ഞാനൊരു 4 കൊടുക്കുന്നു. അപ്പോൾ y വാല്യൂ എന്തായിരിക്കും വരിക? √4², ദാറ്റ് ഈസ് 16 - 9. അപ്പോൾ ഈ ക്വാണ്ടിറ്റി ഒക്കെ എന്തായിരിക്കും വരിക? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്പം മിനിമം ഇവിടെ വരുന്നത് 0 ആയിരിക്കും. ബാക്കി നിങ്ങൾ 3നേക്കാൾ കൂടുതലായിട്ടുള്ള 3 to infinity അല്ലേ, 3നേക്കാൾ കൂടുതലായിട്ടുള്ള ഏത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്ന y വാല്യൂ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ റേഞ്ച് എന്ന് പറഞ്ഞാൽ y എടുക്കുന്ന വാല്യൂസാണ്. സോ സെമി ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 infinity. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. f(x) = മോഡുലസ് ഓഫ് x - 5 ഡിവൈഡഡ് ബൈ x - 5. ഇത് കാണുമ്പോഴേ അറിയാം ഡിനോമിനേറ്റർ 0 വന്ന എന്താണ്? ഫംഗ്ഷൻ ഈസ് നോട്ട് ഡിഫൈൻഡ്. സോ ദ ഫംഗ്ഷൻ ഈസ് നോട്ട് ഡിഫൈൻഡ് വെൻ x - 5 = 0, ദാറ്റ് ഈസ് x ഈസ് ഈക്വൽ ടു 5. അപ്പോൾ ഈ എക്സിന് 5 എടുക്കുമ്പോഴാണ് ഇവിടെ പ്രോബ്ലം വരുന്നത്. 0/0 വരും അല്ലേ, ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ്. അപ്പോൾ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ r - set 0. ഇനി റേഞ്ച് എന്താണെന്ന് നോക്കാം. നിങ്ങൾ ജസ്റ്റ് കുറച്ച് വാല്യൂസൊക്കെ ഒന്ന് കൊടുത്തു നോക്കുക കേട്ടോ. ഞാനിവിടെ 10 കൊടുക്കുകയാണ്. 10 - 5 ഡിവൈഡഡ് ബൈ 10 - 5 മോഡുലസ് ഉണ്ട്. മോഡുലസ് ഓഫ് 10 - 5 ഡിവൈഡഡ് ബൈ 10 - 5, അതായത് 5/5, ദാറ്റ് ഈസ് 1. ഓക്കെ, ഞാനിവിടെ 6 കൊടുക്കുന്നു. അപ്പോഴെന്താ വരിക? മോഡുലസ് ഓഫ് 6 - 5, ദാറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ 6 - 1/1, അഗെയിൻ 1. ഇനി ഞാനൊരു കാര്യം ചെയ്യുന്നു, മറ്റൊരു വാല്യൂ 0 കൊടുക്കുകയാണ്. അപ്പോൾ മോഡുലസ് ഓഫ് 0 - 5 ഡിവൈഡഡ് ബൈ 0 - 5. അപ്പോൾ നമുക്ക് കിട്ടുക 5 ഡിവൈഡഡ് ബൈ -5, ദാറ്റ് ഈസ് -1. ഓക്കെ, അപ്പോൾ നിങ്ങളിങ്ങനെ കുറച്ച് വാല്യൂസൊക്കെ കൊടുത്ത് നോക്കുക. അപ്പോൾ y എന്താ വരുന്നത് നോക്കാം. ഇനി അല്ല എങ്കിൽ ഇതിൻ്റെ ഇക്വേഷനെ പറ്റി ഒന്ന് ചിന്തിക്കാം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് മോഡുലസ് ഓഫ് x = x if x is greater than or equal to 0 and -x if x is less than 0. അതുപോലെ മോഡുലസ് ഓഫ് x - 5 = x - 5 if x - 5 is greater than or equal to 0 and minus of x - 5 if x - 5 is less than 0. അപ്പോൾ ഈ മുകളിലുള്ള മോഡുലസ് ഓഫ് x - 5 എന്ന് പറയുന്നത് രണ്ട് വിധത്തിൽ വരാം. ഒന്നുകിൽ x - 5 വരാം. അപ്പോൾ നമുക്കറിയാം x - 5/x - 5 വന്നാൽ എപ്പോഴും ആൻസർ 1 ആയിരിക്കും. അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ളത് മൈനസ് ഓഫ് x - 5 ആണ്. അപ്പോൾ വരിക മൈനസ് ഓഫ് x - 5 ഡിവൈഡ് ബൈ x - 5 ആണ്. അപ്പോൾ നമ്മൾ x - 5 ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും? -1. അപ്പോൾ y വാല്യൂ നമുക്ക് ആകെ കൂടെ കിട്ടുക -1ഉം 1ഉം. സോ റേഞ്ച് ഈസ് ഈക്വൽ ടു സെറ്റ് -1 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. f(x) = 1/x - 4. ഇത് കാണുമ്പോഴേ അറിയാം x - 4 0 വരുന്ന കേസിൽ ഫംഗ്ഷൻ എന്തായി പോവും? നോട്ട് ഡിഫൈൻഡ്. ഓക്കെ, അപ്പോൾ എക്സിന് ഏത് വാല്യൂ എടുക്കാൻ പറ്റില്ല? 4. സോ ഡൊമെയിൻ ഈസ് ഈക്വൽ ടു r - set 4. നിങ്ങൾക്ക് വേറെ ഏത് റിയൽ നമ്പറും കൊടുക്കാം, ഏതൊഴിച്ച്? 4 ഒഴിച്ച്. ഇനി റേഞ്ച് എന്ന് പറഞ്ഞാൽ y വാല്യൂ ആണ്. നിങ്ങൾക്ക് എക്സിന് 4 ഒഴിച്ച് വേറെ ഏത് വാല്യൂ വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷൻ നോക്കുക. y ഈസ് ഈക്വൽ ടു 1/x - 4. അപ്പോൾ ഈ കേസിൽ ന്യൂമറേറ്റർ ഒരിക്കലും 0 വരുന്നില്ല. അതുകൊണ്ട് തന്നെ y ഏത് വരാൻ ചാൻസ് ഇല്ല? y ഒരിക്കലും 0 വരില്ല. അല്ലെങ്കിൽ ഇങ്ങനെയും നോക്കാം നിങ്ങൾക്ക്. y ഈസ് ഈക്വൽ ടു 1/x - 4. സോ x - 4 ഈസ് ഈക്വൽ ടു 1/y. അപ്പോൾ വൈക്ക് ഏതൊക്കെ വാല്യൂ എടുക്കാം? വൈക്ക് 0 ഒഴിച്ച് ബാക്കി ഏത് വാല്യൂ വേണമെങ്കിലും എടുക്കാം, നോ പ്രോബ്ലം. സോ റേഞ്ച് ഈസ് ഈക്വൽ ടു r - set 0. ഓക്കെ.